നമസ്കാരം. ഞാൻ ആസ്ട്രോളജർ ആർ നിജു. 2025 ആയില്യം നക്ഷത്രത്തിൻ്റെ രാശിഫലം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആയില്യം നക്ഷത്രം എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങളിൽ 9ാമത്തെ നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം. പുരുഷയോനിയിൽപ്പെടാവുന്ന നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം എന്ന് പറയുന്നത്. ആയില്യം നക്ഷത്രത്തിന് ഈ 2025 8ൽ നിന്നിരുന്ന ശനി 9ലേക്ക് മാറുന്ന ഒരു സമയമാണ്. അപ്പോൾ 8ൽ നിന്നിരുന്ന ശനി എന്ന് പറയുമ്പോൾ അഷ്ടമത്തിൽ നിന്നിരുന്ന ശനി ഇന്ന് ഈ നക്ഷത്രക്കാർക്ക് 9ലേക്ക് മാറുമ്പോൾ വളരെയധികം ഗുണങ്ങൾ വരുത്താവുന്ന ഒരു സമയമാണ്. അത് അവരുടെ തൊഴിൽ മേഖലയിലും ധനമേഖലയിലും കാണിക്കാവുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതിൽ ധനപരമായിട്ട് ഒരുപാട് അരിഷ്ടതകൾ അനുഭവിച്ചവർക്ക് ഈ 2025 വളരെയധികം ഗുണങ്ങൾ കൊണ്ടുതരാവുന്ന ഒരു സമയമാണ്. വിദ്യാപരമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും വിദ്യയിൽ എത്രത്തോളം അരിഷ്ടത അവർ അനുഭവിച്ചിട്ടുണ്ടോ അത്രത്തോളം ഫലം അവർക്ക് വന്നു ചേരാവുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ ക്ഷേത്ര ദർശനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, ക്ഷേത്രപരമായിട്ട് എന്തെങ്കിലും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക്, ഉപാസനാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലം അല്ലെങ്കിൽ ആ ജ്ഞാനത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ പറയുന്ന 2025 അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയുടെ മാറ്റം കൊണ്ട് അത് 9ലേക്ക് മാറുന്നത് കൊണ്ട്, അതും മീനരാശിയിലേക്ക് മാറുന്നത് കൊണ്ട് വളരെയധികം ഗുണഫലങ്ങൾ അവർക്ക് ഈ സമയം ഉണ്ടാവും. 9ൽ നിൽക്കുന്ന രാഹു അഷ്ടമത്തിലേക്ക് മാറുന്ന ഒരു സമയവും കൂടിയാണ് ഈ 2025. അതുകൊണ്ട് തന്നെയും ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഒരുപാട് അപകീർത്തികൾ കേൾക്കാനും അത് കേട്ട് കഴിഞ്ഞ കാര്യമാവുന്ന സാധ്യതകളാണ് കൂടുതലും പറയുന്നത്. അതായത് ഇതിക്ക് മുന്നേ തന്നെ അവർ ഒരുപാട് കാര്യങ്ങളിൽ അപകീർത്തികൾ കേൾക്കാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടുണ്ട്. സ്ഥാനഭ്രംശങ്ങൾ വരുത്താവുന്ന സാധ്യതകളും അവർക്കുണ്ടായിരുന്നു. അതായത് ചെയ്യുന്ന തൊഴിലിൽ തന്നെയും ഉറച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥാസ്ഥിതി വിശേഷം, തൊഴിൽ മേഖലയിലെ അരിഷ്ടതകൾ അനുഭവിക്കുന്ന ഒരവസ്ഥാസ്ഥിതി വിശേഷം. അതേപോലെ തന്നെ ആ സമയത്തിൽ നിന്ന് അഷ്ടമത്തിലോട്ട് മാറുമ്പോൾ ആ അനുഭവിച്ചിരുന്ന ആ ഒരു ദുരിത സമയത്തിൽ നിന്നൊരു മാറ്റം വരികയും, എന്നാൽ അഷ്ടമത്തിലേക്ക് മാറുന്നത് കൊണ്ട് തന്നെയും അവരിൽ 2025 വാഹന കാര്യങ്ങൾ ഓടിക്കുമ്പോൾ, അതുമല്ലെങ്കിൽ സഞ്ചരിക്കുന്ന റോട്ടിലാണെങ്കിലും നമ്മൾ പോകുന്ന സ്ഥാനമാനങ്ങളിലാണെങ്കിൽ പോലും ഒരു ശ്രദ്ധ അവർക്ക് ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വീഴ്ചകൾ ഉണ്ടാവാനോ വണ്ടി ആക്സിഡൻറ്റ് മുതലായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനോ സാധ്യതകൾ കൂടുതലാണ്. എന്നുവെച്ചാൽ അപകട കാര്യങ്ങളിൽ സാധ്യത കൂടുതലായിരിക്കും എന്നർത്ഥം. അതേപോലെ തന്നെ വ്യാഴം 11ൽ നിന്ന് മോക്ഷപ്രാപ്തിയിലേക്കുള്ള 12ാം ഭാവത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ വ്യാഴം സഞ്ചരിച്ചിരുന്ന സമയം അത്രയും ഈ പറയുന്ന കഴിഞ്ഞുപോയ 2024 അവർക്ക് ആയില്യം നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കുമ്പോൾ ഉണ്ടായിരുന്നതും അത് അനുബന്ധമായിട്ട് 12ലേക്ക് വ്യാഴം മോക്ഷത്തിലേക്ക് മാറുന്ന സമയം അവരിൽ കുറച്ച് അരിഷ്ടതകൾ അനുഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ 12ലേക്ക് മാറുന്ന വ്യാഴത്തെ കൊണ്ടും അവർക്ക് പല കാര്യങ്ങളിലും പരാജയാവസ്ഥ വന്നു ചേരാനും, അതേപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട് ആഗ്രഹിക്കാൻ പോവാൻ അഷ്ടമത്തിലേക്ക് രാഹു മാറുന്നത് കൊണ്ട് ഇവരിൽ ഇന്ന് അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾ ഒരു പരിധിവരെയും അവർക്ക് മാറ്റങ്ങൾ സംഭവിക്കുകയും, എന്നാൽ വാഹനയാത്രകൾ ചെയ്യുന്നവർക്ക് അപകട സാധ്യതകൾ ഉള്ളൊരു സമയവും കൂടിയായിട്ടാണ് ഈ 2025 ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് ചിന്തിക്കാവുന്നൊരു കാര്യം. അപ്പോൾ വാഹനം ഓടിക്കുന്നവർ ഒരുപാട് ശ്രദ്ധയോടുകൂടി അത് കൈകാര്യം ചെയ്യുവാനും, പരമാവധി രാത്രി യാത്രകൾ ഒഴിവാക്കിയാൽ അവരിൽ കൂടുതൽ നല്ലതും ആയിരിക്കും. അതേപോലെ തന്നെ
രാഹുവിനെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലയിൽ എന്തെങ്കിലും വ്യതിചലനങ്ങൾ ഉണ്ടാവാനും ഒരു സാധ്യതകൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ തൊഴിൽ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരിൽ നിന്ന്, അതായത് ഇപ്പോൾ ഷെയറോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും തൊഴിൽ ചെയ്തിരുന്ന ആൾക്കാർക്ക് അതിനോടനുബന്ധമായി നിന്നിരുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട് കലഹങ്ങൾ ഉണ്ടാവാനും, അതേപോലെ തന്നെ ഒപ്പം നിന്നിരുന്ന ആൾക്കാർ മുഖാന്തരം ശത്രുതകൾ വന്ന് ഭവിക്കാനും സാധ്യതയുണ്ട്. 11-ൽ വ്യാഴം നിന്നിരുന്ന രാശിക്കാരായിരുന്നു 2025 ആയില്യം നക്ഷത്രക്കാർ. 11-ൽ നിന്നിരുന്ന വ്യാഴം 12-ാം ഭാവത്തിലേക്ക് മാറുകയും, 12-ാം ഭാവം എന്ന് പറയുമ്പോൾ മോക്ഷ രാശിയുമായി ബന്ധപ്പെട്ടുള്ള ഭാവത്തിലേക്കാണ് വ്യാഴം മാറുന്നത്. അതിനാൽ തന്നെയും ഇവരിൽ ഈ വ്യാഴത്തെ കൊണ്ട് കുറച്ച് അരിഷ്ടതാഭാവം വന്നു ചേരുവാനും സാധ്യതയുണ്ട്. സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അനുകൂലമായാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളിൽ അനുഭവ യോഗ ഫലങ്ങൾ ഉണ്ടാവൂ എന്നാണ് പറയുന്നത്. 12-ലേക്ക് നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ ആ കാര്യത്തിൽ തടസ്സങ്ങൾ നേരിടുവാനും സാധ്യതകൾ ഉണ്ടാവാം. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അത് നമ്മളിലോട്ട് എത്തിച്ചേരാനോ അത് നമുക്ക് ശ്രമിക്കുവാനോ ആ കാര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യത അവരിൽ കാണുന്നു. അതുകൊണ്ട് തന്നെയും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലോ കൂടുതലും ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രങ്ങളിലോ യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രായശ്ചിത്ത പരിഹാരങ്ങളോടുകൂടി പ്രാർത്ഥനകൾ നടത്തി പോന്നാൽ അവരിൽ ഈ സമയം കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാവും. അതേപോലെ തന്നെ പരദേവതാ ബന്ധമുള്ള വ്യക്തികളാണ് ഈ നക്ഷത്രക്കാർ. ആ പരദേവതാ ബന്ധമുള്ള സ്ഥാനമാനങ്ങളിലും കൂടുതൽ പ്രാധാന്യം കണ്ടാൽ ഈ 12-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അരിഷ്ടതാഭാവം കുറയ്ക്കുവാനും അവരിൽ ഗുണഫലങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. 2-ൽ ഹേതു നിൽക്കുന്നതിനാൽ ഇവരിൽ വാക്കുകൾ കൊണ്ടുള്ള ശത്രുതാഭാവങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. 2-ൽ ഹേതു എന്ന് പറയുമ്പോൾ വാക്കാണ് 2-ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന പല കാര്യങ്ങളിലും നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളിലെ പല അർത്ഥങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മൾ പറയാത്ത പല കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കുന്നൊരവസ്ഥാസ്ഥിതി വിശേഷം നമ്മൾക്ക് കേൾക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏത് കാര്യം നമ്മൾ അവതരിപ്പിക്കുമ്പോഴും അത് വളരെയധികം ശ്രദ്ധയോടുകൂടി ആ കാര്യങ്ങൾ പറയുന്നതും നമ്മളുടെ പരമാവധി വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതും ഇവരിൽ നല്ലതായിരിക്കും. ഗോചരമാണ് ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങളെല്ലാം. അപ്പോൾ ഗോചരഫലമാണ് ഇപ്പോൾ നമ്മളിവിടെ ചിന്തിച്ച് പറഞ്ഞു നിർത്തുന്നത്. അപ്പോൾ ഇതിൽ പല ആൾക്കാർക്കും അവരുടെ നക്ഷത്രത്തിൻ്റെയും അവരുടെ ദശാസന്ധിയുടെയും ജാതകവശാൽ അവരുടെ ലഗ്നഭാവം കൊണ്ടും ചിന്തിക്കാവുന്ന കാര്യങ്ങൾ വെച്ച് ഈ പറയുന്ന കാര്യങ്ങളിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായേക്കാം. എന്നാലും ഏറെക്കുറെ ഈ പറയുന്ന ഗോചരത്തിൻ്റെ പ്രമാണമനുസരിച്ച് പലവർക്കും ഇതിൻ്റെ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അനുഭവിക്കാൻ സാധ്യതയുണ്ട്.